ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാട്സപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം അധികം ആളുകളും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളെ കാരണം. അപ്പോൾ വാട്സപ്പിൽ ചില ആളുകൾ വാട്സപ്പിൽ സെറ്റിങ്സിൽ കയറിയാണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്യും. അപ്പം ആ മെസ്സേജ് സെൻഡ് ചെയ്ത ആളുകൾക്ക് ആ ബ്ലൂടിക്ക് വരാൻ കഴിയൂല. അപ്പം നമ്മൾ വായിക്കുന്നുണ്ടാവും, പക്ഷേ അത് അയച്ച ആളുകൾക്ക് റീഡ് ചെയ്തതിനുള്ള നോട്ടിഫിക്കേഷൻ പോവില്ല. അങ്ങനത്തെ ചില ആളുകൾ അങ്ങനെ കാട്ടും. അപ്പം അത് ഇതാക്കാനുള്ളൊരു ട്രിക്കായിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അടി കാണുന്ന ചുവന്ന ഐക്കണിൽ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ആളൊന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിയിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാരണം അതിൽ അക്കൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൈവസി പറഞ്ഞ ഇതുണ്ടാവും, എടുക്കുക. അപ്പം കുറച്ച് സ്ക്രോൾ ചെയ്താൽ ഇവിടെ റീഡ് റെസിപ്റ്റ് പറഞ്ഞതുണ്ട്, അത് ഓഫ് ചെയ്താലാണ് ആ മെസ്സേജ് അയക്കണ ആൾക്കാർക്ക് ടിക്ക് വരും, പക്ഷെ ബ്ലൂ ടിക്ക് വരില്ല. നമ്മൾ വായിച്ചാലും ആ മെസ്സേജ് അയച്ച ആൾക്ക് ബ്ലൂ ടിക്ക് വരാൻ കഴിയൂല. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തതിന് ഞാൻ മറ്റേ വേറെ വാട്സപ്പ് എടുത്തിട്ട് ഞാൻ അയക്ക് സെൻഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ വേറെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇന്ത്യക്ക് അയക്കാണ്. ഇപ്പം അയച്ചിന് അപ്പം ഒരു ടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ മെസ്സേജ് അയച്ചത് ഞാൻ ക്ലിക്ക് ചെയ്ത് ഞാൻ കണ്ടിന്. ഇനി ഈ വാട്സപ്പിൽ പോയി നോക്കിയാലും അപ്പോൾ പക്ഷേ 2 ടിക്ക് വന്നിന്, പക്ഷേ ബ്ലൂ ടിക്ക് മാത്രം വന്നിട്ടില്ല. അപ്പം ഈ മെസ്സേജ് അയച്ച അയാൾ കണ്ടില്ല എന്ന് നീക്കാരം വിചാരിക്കുക. പക്ഷേ ഈ മെസ്സേജ് അയക്കുന്ന ആൾ ഒരു വോയിസ് മെസ്സേജ് 1-2 സെക്കൻഡിലെ വോയിസ് മെസ്സേജ് അയച്ചാൽ അത് പ്ലേ ചെയ്താൽ ആ വോയിസ് മെസ്സേജിന് ബ്ലൂ ടിക്ക് വരും. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ആൾക്ക് അയച്ചിന്. അപ്പം ഇവിടെ ഒരു ടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഞാൻ ആ അക്കൗണ്ട് എടുത്തിട്ട് ഞാൻ ആ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ പ്ലേ ചെയ്ത് നോക്കി, പക്ഷേ ഇനി ഞാൻ ഈ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഈ ഹായ്ക്കൊന്നും ബ്ലൂ ടിക്ക് വന്നിട്ടില്ല. ഈ വോയിസ് മെസ്സേജിന് മാത്രം ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് അയക്കണ വ്യക്തി മനസ്സിലാക്കും ബാക്കിയുള്ള എല്ലാ മെസ്സേജിനും കണ്ടിട്ടുണ്ട്, പക്ഷേ ബ്ലൂ ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ വോയിസ് മെസ്സേജിനും ബ്ലൂ ടിക്ക് വരാത്തൊരു ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. അപ്പം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കൂ, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാൽ ഞാൻ ഇത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഈ ആപ്പാണ് ഞാൻ പറഞ്ഞത്. ട്രാൻസ്ക്രൈബർ ഓഡിയോ ടു ടെക്സ്റ്റ്. ഞാൻ കാണിച്ചു തരാം. വാട്സപ്പ് എന്നാണ് ഇവിടെ വേണ്ടിയത്, ഫോർ വാട്സപ്പ് എന്താ ട്രാൻസ്ക്രൈബർ ഫോർ വാട്സപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിന്. അപ്പോൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യാണ്. ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനത്തെ ഇൻ്റർഫേസ് കാര്യം കാണുക. ഞാൻ ബാക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ് ആ വ്യക്തിക്ക്. ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചിന്, അതിന് ബ്ലൂ ടിക്ക് ഒന്നും വന്നിട്ടില്ല. പ്ലേ ചെയ്ത അതും ബ്ലൂ ആയിട്ടിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ ആ ഇതിൽ പോയാണ്ട് ഞാൻ കാണിച്ചു തരാം. ആ വാട്സപ്പിൽ കയറിയിട്ട് ഇത് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോർവേഡിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാര്യമാണ്. ഇവിടെ പ്ലേ വോയിസ് മെസ്സേജ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും, ആ ആപ്പിൻ്റെ ഐക്കൺ കണ്ടുകൊണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ പെർമിഷനൊക്കെ അലോ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ആപ്പിലേക്കാരം ഇത് ഓഡിയോ പ്ലേ ചെയ്താൽ
ഈ ഓഡിയോ എന്താണ് അയച്ചത് അത് കേൾക്കാൻ പറ്റും നമുക്ക്. പക്ഷേ അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ബാക്ക് അടിച്ചാൽ ഈ നമ്മൾ കേട്ടിണെന്നുള്ളത് ആ മെസ്സേജ് അയച്ച ആൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ബ്ലൂടിക്കൊന്നും വന്നിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്നേരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.